ഹലോ. പിന്നെ ഞാൻ ഇന്നാണെങ്കിൽ ഒരു നാടൻ സ്റ്റൈലിൽ ഒരു ബീഫ് കറി വെക്കാന്ന് വെച്ച് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാവേ. ഈ ബീഫ് ഉണ്ടല്ലോ, ഞാൻ പോയി മേടിച്ചതാണ്. അപ്പോൾ ഈ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, തക്കാളി, മല്ലിയില, സവാള വേവിച്ചെടുക്കാം. ആദ്യം അതിനായിട്ട് ഒരു കുക്കറിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. കുക്കർ എടുക്കാം. ബീഫ് ഇട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, പെരിഞ്ജീരകപ്പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു, ബീഫ് മസാല ഇട്ടു, പിന്നെ കുറച്ച് കായം ഇട്ടു, 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, ഉപ്പിട്ട്, മല്ലിയില ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, കറിവേപ്പില ഇട്ട് നല്ലതുപോലെ തിരുമുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തിരുമിയിട്ട് ഇത് അടച്ചു വെക്കുക. ചെയ്തിട്ട് നമുക്കിത് വേവിക്കാം. അപ്പം ഞാനേ നമ്മുടെ വേണ്ട പെല്ലറ്റ് അടുപ്പ് കത്തിക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ 2.5 ഗ്ലാസ്സാണ് ഇടുന്നത്. പിന്നെ നമുക്കിത് വഴറ്റേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കുറച്ചിട്ടാലും കുഴപ്പമില്ല. അത്ര അതിനുശേഷം ഞാൻ ചാർജർ കുത്താൻ പോവാണ്. ചാർജർ കുത്തി അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവാണ്. ഫ്യൂവൽ ഒഴിച്ചു. അടുപ്പ് കത്തി നല്ലതുപോലെ ഇത് കത്തിപ്പിച്ച് ഇത് കത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് വെക്കാം കേട്ടോ. ഇത് ഒരു 8 വിസിലാകുമ്പോൾ നമുക്കിത് ഇറക്കാം കേട്ടോ. മസാല ഉണ്ടാക്കാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കണം, അടച്ചു വെക്കണം. അതിനുശേഷം അതൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തക്കാളി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ച് വേവിക്കണം. അത് ഒന്ന് എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ ഇട്ട മസാലപ്പൊടികളെല്ലാം ഒന്ന് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന ബീഫും ഇതിലോട്ട് ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇടുക. പിന്നെ മല്ലിയില ഇട്ട് ഇളക്കിയെടുക്കുക. അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബീഫ് കറിയാണ്. നോക്കിക്കേ, നല്ല കളർഫുള്ളായിട്ട്. അപ്പം എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.